prayer point is not told in the assembly today? ഇന്ന് സഭകളിൽ prayer പോയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. Because if I say my daughter has some problem, this, and please pray for her. എന്റെ മകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ prayer might be done in one side. Prayer might be done. ഒരു പ്രാർത്ഥന ഒരു വശത്ത് നടക്കും. But that will become a big news everywhere. അത് വലിയൊരു വിഷയമായിട്ട് പരക്കും. So being scared of making it news, many are not giving a prayer point also. ഒരു ന്യൂസ് ഒരു വാർത്തയായിട്ട് മാറാതിരിക്കുവാൻ വേണ്ടി അനേകരും ഈ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അത് പറയും. How can encouragement and edification take place then? അപ്പോൾ എങ്ങനെയാണ് പ്രബോധനവും അങ്ങനെയാണ് ഉണർത്തവും നടക്കുന്നത്? It's very interesting when you read in this passage. ഇത് വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുന്നു. You see in verse 14 and 15, 14-15 വാക്യങ്ങളിൽ Apostle Paul is telling about the 5 different categories of people in the local assembly. ഈ സ്ഥലം സഭകളിൽ 5 കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. People with different problems and different difficulties in their life. അനേക പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ അനേക ഘട്ടങ്ങളും ഉള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. Look at verse 14. 14 വാക്യത്തെ നോക്കുക. There are some who are unruly. ഇതാ ക്രമം കെട്ട് നടക്കുന്നവരുണ്ട്. There are some who are feeble minded. ഇവരാ ഉൾക്കരുത്തില്ലാത്തവരുണ്ട്. There are some who are weak. ബലഹീനരായവരുണ്ട്. There are some who are wearisome. ഇതാ എല്ലാവരോടും ദീർഘക്ഷമ. And verse 15, there are some who are evil or wicked. ചിലര് തിന്മ മാത്രം ചെയ്യുന്നവരാണ്. 5 different categories of people in the local assembly. ഒരു സ്ഥലസഭയിലെ 5 കൂട്ടം പേരാണ്. And Paul says, how should you deal with all of these 5 different people? ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ 5 കൂട്ടം ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? In the same verse, the pattern of exhorting and encouragement is mentioned there. ഇതേ അവസരത്തിൽ തന്നെ അവിടെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും മറ്റുള്ളവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. And how essential it is that these days, having understanding of one another, this edification should be taken place. എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ഈ അന്യോന്യം പ്രബോധിപ്പിക്കുന്നതിന്റെ കാര്യം എത്ര വലുതായിട്ട് നാം എടുക്കേണ്ട കാര്യമാണ്. After all, every person sitting here falls into either of these 3 categories. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആ വ്യക്തികൾ ഈ 3 കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നവരാണ്. Look at verse 15. 15 വാക്യത്തിലേക്ക് See that none render evil for evil unto any man, but ye ever follow that which is good, both among yourselves and to all men. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. What are verse 15? Only verse 15. Yeah. So what are these 3 levels that we find there? ഈ 3 തരം അവിടെ കാണുന്നത് എന്താണ്? First one he is talking there is about rendering evil for evil. തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുന്നത്. That means what? അത് അർത്ഥം എന്താണ്? In the local gathering, അത് കൂടി വരുന്ന സ്ഥലസഭയിൽ there may be love among themselves. അവരിൽ സ്നേഹമുണ്ട്, ശരിയാണ്. But what is found is there are groupism. എന്നാൽ അവിടെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവർ ഇരിക്കുകയാണ്. I like this brother, that's why I love him. ഞാൻ ഈ സഹോദരനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്നത്. That's why I can go along with him better. അതുകൊണ്ടാണ് ആ സഹോദരനോട് കൂടെ നടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. But I don't like that family. എന്നാൽ ആ കുടുംബത്തെ എനിക്ക് ഇഷ്ടമല്ല. And I will not call upon them for any help or encouragement. ഞാൻ യാതൊരു പ്രബോധനത്തിനോ യാതൊരു ആവശ്യത്തിനോ അവരെ വിളിച്ച് അവരെ ഉപദ്രവിക്കില്ല. A kind of obeying of commandment, but in groups, is found being followed by many. ഒരു തരത്തിൽ കൽപ്പനകളെ ആചരിക്കുന്നവർ, എന്നാൽ വേറൊരു രീതിയിൽ എനിക്ക് എന്റെ ഗ്രൂപ്പിനോട് ചേർന്ന് മാത്രം പോകുന്നവർ. I call it living on 3 different levels. അത് 3 തരത്തിലാണ് അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. That's what the word of God teaches us. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. You know, there is first level which is known as human level. അതായത് മനുഷ്യന്റെ നില എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. You do good to me, I will do good to you. നീ എനിക്ക് നന്മ ചെയ്താൽ ഞാൻ നിനക്ക് നന്മ ചെയ്യാം. You do bad to me, I will show you how bad I am to you. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്താൽ എത്ര തിന്മ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. Good for good and evil for evil is the human level that many people of this world are living. ഈ ലോകത്തിലെ ആളുകൾ ചെയ്യുന്നത് നന്മയ്ക്ക് പകരം നന്മ, തിന്മയ്ക്ക് പകരം തിന്മ. അതാണ്. There is another level, demon level. അതാണ് ഒരു പൈശാചികമായിട്ടുള്ള ഒരു നിലവാരം. Rendering evil for good. എന്നാൽ ആ നന്മ ചെയ്യുന്നവന് തിന്മയായിട്ട് തിരിച്ചു നൽകുക. How many people live on that level also? എത്രയോ ജനം ആ നിലവാരത്തിൽ അടങ്ങിയിരിക്കുകയാണ്. Sin of ingratitude in their life. ഒരു നന്ദിയില്ലായ്മയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. However you do good to them, എത്ര നന്മ ചെയ്താലും they will return only in bad ways or evil ways to you. നിങ്ങൾക്ക് അത് തിരിച്ച് അവർ തരുന്നത് തിന്മയായിട്ട് മാത്രമേ ഉള്ളൂ. That's a demon level. അതാണ് പൈശാചികമായിട്ടുള്ളത്. But we are called to live on the divine level. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദിവ്യമായിരിക്കുന്ന നിലയിൽ ജീവിക്കുവാനാണ്. That's what
what Apostle Paul talks here in verse 15. ഇതാ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് When അതാണ്. you and I are called to edify one another, നമ്മൾ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുവാനായിട്ട് ദൈവം വിളിച്ചാക്കിയപ്പോൾ don't do it just on the human level. അത് മനുഷ്യന്റെ രീതിയിൽ ആ തലത്തിൽ നാം ചെയ്യരുത്. That people of the world also do it. അത് ലോകത്തിലെ ജനവും മനുഷ്യനും ചെയ്യുന്ന. Never do it on the demon level. അത് പൈശാചികമായിട്ടുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും പെരുമാറരുത്. Do it on the divine level. അത് ദിവ്യമായിരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. In spite of they doing evil to me, I will do only in return good to them. അവർ എനിക്ക് തിന്മയായിട്ട് ചെയ്തുവെങ്കിലും ഞാൻ നന്മ മാത്രമേ അവരോട് ചെയ്യുകയുള്ളൂ. That's the level the Lord Jesus Christ lived on. അതാണ് കർത്താവായ യേശു ക്രിസ്തു അവരോട് ചെയ്യുവാൻ ആഹ്വാനിച്ചത്. And if you want to be occupied edifying one another, നിങ്ങൾ ഓരോരുത്തരും വ്യാപാരം ചെയ്ത് അന്യോന്യം പ്രബോധിപ്പിക്കുന്നു ആണെങ്കിൽ, will you take this challenge this evening? ഇന്ന് രാത്രി ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുമോ? And every time whenever we do any good to anybody, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ എപ്പോഴെങ്കിലും ചെയ്താൽ, we would be saying to the master, Daimina, master Daimina. മറ്റുള്ളവരുടെ നന്മ ചെയ്യുമ്പോൾ കർത്താവേ ഇത് നിന്റെ മൈനയാണ്, നിന്റെ മൈനയാണെന്ന് നമുക്ക് പറയാം. Remembers, others might forget what you do. മറ്റുള്ളവർ നിങ്ങൾ ചെയ്തത് ഒരുപക്ഷെ മറന്നെന്ന് വരാം. But master is making an account. എന്നാൽ ആ യജമാനൻ അവിടെ കണക്ക് വെക്കുകയാണ്. The moment you do anything good for anybody else, മറ്റുള്ളവർക്ക് നിങ്ങൾ നന്മ ഏത് സമയത്ത് ചെയ്താലും, in the name of the Lord, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, you are saying Daimina. കർത്താവേ നിന്റെ മൈനയാണിത്. And he is making the record of that. അത് കർത്താവ് അതിന്റെ കണക്ക് എഴുതി And വെക്കുക. one day he is going to reward you for sure. അത് നിങ്ങൾക്കായിട്ട് ഒരു പ്രതിഫലം അവൻ ഒരുക്കി വെച്ചു നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. Let me close but with 4 ways how to edify one another in short. ചുരുക്കമായിട്ട് 4 തരത്തിൽ നിങ്ങൾ പ്രബോധിപ്പിക്കുവാൻ കഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ സമാപിപ്പിക്കാം. Paul experienced this in his own life. Do you know that? അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. When he's writing to the fellow believers, he's writing some of the very secret things of his life. തന്റെ കൂട്ടു സഹോദരന്മാരോട് എഴുതുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും രഹസ്യങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞെഴുതുന്നത്. Paul was encouraged and refreshed and edified in his own life by many saints. അനേക വിശുദ്ധന്മാരാൽ തന്റെ ജീവിതത്തിൽ പൗലോസിന് ഉത്തേജനം നൽകി അവൻ അതിന് വേണ്ടുന്ന പ്രബോധനം നൽകിയവരാണ്. That's why he's telling to these believers here. അതാണ് ഈ വിശ്വാസികൾക്ക് താൻ എഴുതുന്നത്. For example, if I say Philemon and verse 7. അത് ഫിലിമോന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, you know, he's writing to this dear brother and saying, many saints, you have refreshed the hearts of many saints. ഇത് ഫിലിമോന്റെ 7-ാം വാക്യത്തിൽ താൻ പറയുന്നത് നിങ്ങൾ അനേകം സഹോദരന്മാരുടെ മനസ്സ് തണുപ്പിച്ചു എന്ന് പറയുന്നു. And he cannot forget that. അതവന് മറക്കുവാൻ കഴിയുകയില്ല. Are you a refreshing pool for your fellow believers today? നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നവരാണോ? Philemon was like that. ഫിലിമോൻ അങ്ങനെയുള്ളവനായിരുന്നു. And you know how he could become? അവൻ എങ്ങനെയായി തീരുവാൻ Or how കാരണം? you can become? നിങ്ങൾ എങ്ങനെയായി തീരുവാൻ? The answer of that is given in Acts of the Apostles chapter 3 and verse 19. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അതിന്റെ അർത്ഥം If പറഞ്ഞിട്ടുണ്ട്. you are truly born again, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, if you are truly child of God, നിങ്ങൾ വാസ്തവത്തിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, the day you accept the Lord, നീ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചതാണ്. you know, the blessing of the Lord first of all comes to our life is the times of refreshing comes to us from the presence of the Lord. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഉണർവിന്റെയും സന്തോഷത്തിന്റെയും കാലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. So if you are a child of God, നിങ്ങളുടെ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, spending time in the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കുന്നുവെങ്കിൽ, you will become a refreshing pool in yourself. നിങ്ങളെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നവരായി തന്നെ തീരും. And through your life many will be encouraged and edified, beloved. നിങ്ങളുടെ ജീവിത മുഖാന്തരം അനേകർക്ക് പ്രബോധനവും ആശ്വാസവും ലഭിക്കും. Because you have become a dry pool in yourself, നിങ്ങൾ തന്നെ ഉണങ്ങിയവരായി കഴിഞ്ഞാൽ, because you have grown up some thorns and thistles in your life, നിങ്ങളുടെ ജീവിതത്തിൽ മുള്ളും പറക്കാരെയും നിങ്ങൾ വളർത്തിയാൽ, fellow believers are not able to come close to you. അനേക കൂട്ടുവിശ്വാസികൾ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ലാത്തവരാണ്. Just look into your own life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. Am I a refreshing pool today? ഇന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കുളമായിട്ടാണോ നീ Am I ഇരിക്കുന്നത്? a beautiful garden of the Lord today? കർത്താവായ യേശുക്രിസ്തുവിന്റെ മനോഹരമായ ഒരു പൂവാടിയായിട്ടാണോ that I can be used for the good of others? മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നീ ഉപയോഗിക്കപ്പെടണം. Just 4 ways and let me close. 4 വഴികളെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. You know what is that? അതെന്താണെന്ന് You അറിയാമോ? can be a good edifier, beloved, നീ ഒരു നല്ലൊരു പ്രബോധന പുത്രനാകുവാൻ കഴിയും only if you look for the prayers of others for you.
മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ കാംക്ഷിക്കണം. Look at verse 25. 25-ാം വാക്യം ഒന്ന് നോക്കുക. Brethren, pray for us. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. He was apostle, അത് അപ്പോസ്തലനായ പൗലോസാണ്. but he needed prayers. തനിക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ അവൻ ചോദിക്കുകയാണ്. In Colossians, he says, pray for me that utterance may be given to me. കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രസംഗിക്കുവാൻ എന്റെ വാക്കുകൾ കിട്ടേണ്ടതിന്. Today, so much of discouragement and discontentment in the houses of God, the assemblies, is because there is lack of prayers for our leaders, for our preachers, for our evangelists, and for our teachers. ഇന്ന് നമ്മുടെ സഭാതലങ്ങളിൽ നമ്മുടെ സഭകളെ നടത്തുന്നവരായിരിക്കുന്ന ആ മൂപ്പന്മാർക്കും അല്ലെങ്കിൽ അത് നമ്മളെ പഠിപ്പിക്കുന്നവർക്കുമായിട്ട് പ്രാർത്ഥന ഇല്ലാത്തത് മുഖാന്തരം സഭയിൽ പലപ്പോഴും ഭിന്നതയും അങ്ങനെയുള്ള കാര്യങ്ങളും നിലകൊള്ളുകയാണ്. Instead of praying for our leaders, നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ സഭാ മൂപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ there is backbiting, അത് പുറകിൽ അന്യോന്യം കടിച്ചു there is കീറുന്നവരായിട്ട് evil മാറുകയാണ്. speaking, പലപ്പോഴും ദുഷ്ടത മറ്റുള്ളവരെ കുറിച്ച് there is സംസാരിക്കുന്നവരായി, slandering against one another. മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയുന്നവരായി തീരും. How can the church of God be edified? ഇങ്ങനെയുള്ള അവസരത്തിൽ ദൈവത്തിന്റെ സഭ എങ്ങനെ പ്രബോധിപ്പിക്കപ്പെടുവാൻ കഴിയും? If at all there is any problem, എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ the biggest key, apostle says here, look for the prayers. അത് ഏറ്റവും വലിയ അതിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ Now you as a പ്രാർത്ഥനയ്ക്കായി നോക്കുവിൻ. You as a family start praying for your local church. നിങ്ങൾ കുടുംബങ്ങളായിട്ട് നിങ്ങളുടെ സ്ഥലം സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Make a prayer list ഒരു പ്രാർത്ഥനയുടെ പട്ടിക ഉണ്ടാക്കുക. on priority for all leaders of the assemblies. അത് സഭകളിലെ മൂപ്പന്മാർക്ക് വേണ്ടി നിങ്ങൾ അത് മുൻഗണന കൊടുക്കുക. And you will experience the change in your local assembly. നിങ്ങളുടെ സഭയിലെ തലത്തില് വലിയൊരു മാറ്റം സംഭവിക്കും. Quickly, the second one, verse 26. 26-ാം വാക്യത്തിൽ Greet all the brethren. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. What do you mean by that? അതിന്റെ അർത്ഥം എന്താണ്? Extend your love practically to others. മറ്റുള്ളവർക്ക് പ്രായോഗികമായിട്ട് നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിക്കണം. Giving hand to brother. ഒരു കൈ സഹോദരന് കൊടുക്കുക. Hello brother. ഹലോ ബ്രദർ. But looking this side. എന്ന് മറ്റുള്ള വശത്തേക്ക് നോക്കുക. It is said to be giving holy kiss. ഇതാ വിശുദ്ധ ചുംബനം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Do I really count him as my brother? എന്റെ സഹോദരനായിട്ട് ഈ സഹോദരനെ ഞാൻ കാണുന്നുണ്ടോ? Brother in the bond of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന ഒരു ശിഷ്യനാണോ? Washed by the blood of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണോ? You start doing that. നീ അത് ചെയ്യുമെങ്കിൽ Just greet your fellow believers from your heart. നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരെ നിങ്ങളുടെ ഹൃദയംഗമായിട്ട് നിങ്ങൾ ഒന്ന് സ്വീകരിച്ചെങ്കിൽ What an encouragement it will carry, I tell you. മറ്റുള്ളവർക്ക് അത് എത്ര അവരെ പ്രബോധിപ്പിക്കുന്ന രീതിയിലായിട്ട് അത് മാറും. When we go to villages, ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ we go very close to these fellows. ഞങ്ങൾ ആ ഗ്രാമീണരോട് വളരെ അടുത്ത് We പെടുക. just hug them. ഞങ്ങൾ അവരെ ചെന്ന് ആശ്ലേഷിക്കും. And the dirty cup in which they give us a cup of tea, അവർ തരുന്ന ആ അഴുക്ക് നിറഞ്ഞ ആ കപ്പില് ഞങ്ങള് we appreciate, give thanks and take that. ആ ചായ ഞങ്ങൾ ആ കപ്പിൽ തന്നെ കുടിക്കും. Remember, it's not one tea. We have to drink tea from each home, 10 teas. അത് 10 വീട്ടിൽ പോയാൽ 10 ചായ 10 വീട്ടിൽ നിന്ന് കുടിച്ചേ ഒക്കത്തുള്ളൂ. Believe me, nothing, no stomach upset. അതുകൊണ്ട് ഞങ്ങളുടെ വയറ്റിന് യാതൊരു കുഴപ്പവും സംഭവിച്ചു. But that brother is so much encouraged. ആ